പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 27. പ്രധാന വാർത്തകൾ. മസ്കത്തിലെത്തിയ യമനിലേക്കുള്ള UN പ്രത്യേക പ്രതിനിധി ഹാൻസ് ഗ്രഡ്ബർഗ് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ഹമദ് അൽ ബുസൈദിയുമായി കൂടിക്കാഴ്ച നടത്തി. യമനിലെ സാഹചര്യങ്ങളും അവിടുത്തെ ജനതയെ സേവിക്കുകയും സുരക്ഷയും സ്ഥിരതയും സ്ഥാപിക്കുകയും ചെയ്യുന്ന സമാധാനപരമായ പരിഹാരത്തിലെത്താനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഹ്രസ്വ സന്ദർശനാർത്ഥം സലാലയിലെത്തിയ ഇൻകാസ് OICC സ്റ്റേറ്റ് കോർഡിനേറ്റർ രതീഷ് VPക്ക് ഇൻകാസ് സലാല റീജിയണൽ കമ്മിറ്റി സ്വീകരണം നൽകി. പ്രസിഡന്റ് സന്തോഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ജോസഫ് ചേർത്തല, രാജു കുന്നുമ്മക്കര ആശംസകൾ അർപ്പിച്ചു. കണ്ണൂർ സ്വദേശി ഹൃദയാഘാതം മൂലം ഒമാനിൽ നിര്യാതനായി. സന്ദീപാണ് അൽഖൂദിൽ മരണപ്പെട്ടത്. കമ്പനി മദീന പ്രിന്റിംഗ് പ്രസ്സിൽ ഗ്രാഫിക് ഡിസൈനറായിരുന്ന സന്ദീപ് 18 വർഷമായി ഒമാനിൽ പ്രവാസിയായിരുന്നു. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ICF OICC ഭാരവാഹികൾ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിലെ വാണിമേൽ സ്വദേശികളുടെ കൂട്ടായ്മ നോമ്പുതുറ സംഘടിപ്പിച്ചു. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളുടെ പങ്കാളിത്തം സംഗമത്തെ ശ്രദ്ധേയമാക്കി. കുട്ടികളുടെ വിനോദ കലാപരിപാടികളും മുതിർന്നവരുടെ കമ്പവലി മത്സരവും അരങ്ങേറി. മസ്കത്ത് KMCCയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാൻഡ് സോഷ്യൽ ഇഫ്താർ മാർച്ച് 29 വെള്ളിയാഴ്ച റൂവി മസ്കത്ത് സുന്നി സെന്റർ മദ്രസയിൽ വെച്ച് നടക്കും. നയതന്ത്ര പ്രതിനിധികൾ, സ്വദേശി പ്രമുഖർ, ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തിലെ പൗരപ്രമുഖർ, സാമൂഹിക പ്രവർത്തകർ, മതപുരോഹിതർ, മാധ്യമപ്രവർത്തകർ, മസ്കത്ത് KMCCക്ക് കീഴിലുള്ള 33 ഏരിയ കമ്മിറ്റിയിലെയും അംഗങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള നിരവധി വ്യക്തിത്വങ്ങളും ഗ്രാൻഡ് സോഷ്യൽ ഇഫ്താറിൽ സംബന്ധിക്കും. പരിപാടിയുടെ വിജയത്തിനായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി ചെയർമാൻ നൌഷേദ് കാക്കരി, കൺവീനർ അഷറഫ് കിണവക്കൽ എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വടകര സഹൃദയവേദി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. പരിപാടിയിൽ വടകര സഹൃദയവേദി അംഗം ഫസൽ റഹ്മാൻ റമസാൻ പ്രഭാഷണം നടത്തി. മതസൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും അടയാളമായി ഇത്തരം ഇഫ്താർ സംഗമങ്ങൾ മാറട്ടെയെന്ന് അദ്ദേഹം പറഞ്ഞു. ദാഹിറ ഗവർണറേറ്റിൽ വാഹനം ഓടിക്കുന്നതിനിടെ പടക്കങ്ങൾ കൈവശം വയ്ക്കുകയും കത്തിക്കുകയും ചെയ്ത സംഭവത്തിൽ 3 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വന്തം ജീവനും മറ്റു യാത്രക്കാരുടെ ജീവനും അപകടം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടതിനെ തുടർന്നാണ് ഇവരെ പിടികൂടിയത്. ഇവർക്കെതിരായ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ദാഹിറ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് അറിയിച്ചു. പിഴ അടയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ജയിലിൽ കഴിയുന്നവരെ മോചിതരാക്കാൻ സഹായിക്കുന്ന ഫാഖ് കുർബ പദ്ധതിക്ക് പിന്തുണയുമായി അഹദ് ഫൗണ്ടേഷൻ പദ്ധതിക്ക് സാമ്പത്തിക സഹായം നൽകിയതായി അധികൃതർ അറിയിച്ചു. ഫാഖ് കുർബ പദ്ധതിയുടെ 11ാം പതിപ്പിന് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചിരുന്നു. ഒമാൻ ലോയേഴ്സ് അസോസിയേഷനാണ് ഫാഖ് കുർബ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ചാണ് ഇത് സാധ്യമാക്കുന്നത്. ഇത്തവണ മികച്ച പിന്തുണയാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. സാധാരണക്കാരും ഒമാൻ ലോയേഴ്സ് അസോസിയേഷന്റെ ശ്രമങ്ങളിൽ തങ്ങളാൽ കഴിയുന്ന പണം നൽകി പങ്കാളികളാകാറുണ്ട്. 1000-ൽ പരം ആളുകൾക്ക് അവരുടെ കുടുംബങ്ങളിലേക്ക് തിരികെ മടങ്ങാൻ അവസരമൊരുങ്ങും. 2012-ൽ തുടങ്ങിയ പദ്ധതിയിലൂടെ ആയിരക്കണക്കിന് ആളുകളെ ജീവിതത്തിന്റെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ റമസാനിൽ 1500-ലധികം ആളുകൾക്ക് മോചനം സാധ്യമാക്കാനാണ് ഒമാൻ ലോയേഴ്സ് അസോസിയേഷൻ ലക്ഷ്യമിടുന്നത്. റമസാൻ മാസത്തിലെ ഒമാൻ കാഴ്ചകളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങളോടെ സ്വദേശി യുവാവ് പകർത്തിയ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറൽ. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കൈമാറ്റത്തിന്റെയും സന്ദേശങ്ങൾ പറയുന്ന ചിത്രങ്ങൾ ഒമാനി പൈതൃകങ്ങളുടെ നേർക്കാഴ്ചകൾ കൂടിയാണ്. റമസാനിലെ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള വ്യത്യസ്ത ജീവിത കാഴ്ചകളാണ് ചിത്രങ്ങളായി മാറിയത്. കുട്ടികളും യുവാക്കളും മുതിർന്നവരും കുടുംബിനികളും വരെ ഫ്രെയിമുകളിൽ വന്നിട്ടുണ്ട്. വിഭവങ്ങളുടെ പങ്കുവെപ്പും ഒരുമിച്ചുള്ള ഖുർആൻ പാരായണവും വിനോദങ്ങളും തുടങ്ങി കണ്ണിന് കുളിർമയേകുന്ന നിരവധി കാര്യങ്ങളെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. AI ചിത്രങ്ങളെല്ലാം തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണിപ്പോൾ. റമസാനിൽ വാഹനാപകടങ്ങളും മരണനിരക്കുകളും കുറഞ്ഞതായി റോയൽ ഒമാൻ പോലീസ് ഡയറക്ടർ ജനറൽ ഓഫ് ട്രാഫിക് ബ്രിഗേഡിയർ എഞ്ചിനീയർ അലി ബിൻ സുലൈമാൻ അൽ ഫലാഹി പറഞ്ഞു. മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് അപകടങ്ങൾ 35%, അപകട മരണങ്ങൾ 46%, പരിക്കുകൾ 33% കുറഞ്ഞതായി അദ്ദേഹം പറഞ്ഞു.
റോഡ് സുരക്ഷാ ബോധവൽക്കരണം ഫലം ചെയ്യുന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. റമസാനിൽ വാഹനമോടിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വൈകുന്നേരങ്ങളിൽ അമിത വേഗത്തിൽ വാഹനമോടിക്കുന്നത് അപകടങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യം കഴിഞ്ഞ വർഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് റമസാൻ ആദ്യത്തിൽ തന്നെ മുന്നറിയിപ്പുമായി അധികൃതർ രംഗത്തെത്തിയിരുന്നത്. ഇഫ്താർ സമയത്തെ അതിവേഗ ഡ്രൈവിംഗ് അപകടങ്ങൾക്ക് വഴിയൊരുക്കും. വൈകിയാണെങ്കിലും ഇഫ്താറിന് കുടുംബത്തോടൊപ്പം ചേരുന്നതിന് വേഗത കുറച്ചുള്ള ഡ്രൈവിംഗ് ആണ് ഗുണകരമെന്ന് അധികൃതർ പറയുന്നു. ഇഫ്താർ സമയങ്ങളിൽ വേഗത വർദ്ധിക്കുന്നതും മറ്റു വാഹനങ്ങളെ ശ്രദ്ധിക്കാതെയുള്ള ഡ്രൈവിംഗും വാഹനങ്ങൾ തെറ്റായി മറികടക്കലുമെല്ലാം അപകടങ്ങളുടെ പ്രധാന കാരണങ്ങളാണ്. ബുറൈമി ഗവർണറേറ്റിൽ അധാർമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് വിദേശി വനിതകളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ബുറൈമിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇവർ പിടിയിലായത്. പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണ്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. ഒമാനിൽ വിവിധ ഇന്ത്യൻ സ്കൂളുകളിലെ ഫീസ് വർധന പ്രവാസി കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്നു. ട്യൂഷൻ ഫീ ഇനത്തിൽ പ്രതിമാസം 2 റിയാൽ വരെയാണ് ഉയർത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ ഇൻഫ്രാസ്ട്രക്ചർ ഫീ ഉൾപ്പെടെ അധിക തുകയും സ്കൂൾ ഈടാക്കുന്നു. 2-3 കുട്ടികൾ പഠിക്കുന്ന കുടുംബങ്ങൾ സ്കൂൾ ചെലവുകളിലേക്കായി മാത്രം വലിയ തുക കണ്ടെത്തേണ്ട അവസ്ഥയാണുള്ളത്. അമിത ചെലവുകൾ അടിച്ചേൽപ്പിച്ച് വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാട് ഇന്ത്യൻ സ്കൂളുകൾ തുടരുന്നത് പുതിയ അഡ്മിഷനെയും ബാധിച്ചിട്ടുണ്ട്. ഒഴിവുള്ള സീറ്റുകളിൽ പകുതിയോളം മാത്രമാണ് പുതിയ അധ്യയന വർഷത്തേക്ക് ആദ്യഘട്ടത്തിൽ ലഭിച്ച അപേക്ഷകൾ. ഉയർന്ന വീട്ടുവാടകയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനയും മൂലം നട്ടം തിരിയുന്ന കുടുംബങ്ങൾക്ക് മേലുള്ള ഇരട്ട പ്രഹരമാണ് ഫീസ് വർധന. പലരും വിനോദങ്ങളും മറ്റു ജീവിത ചെലവുകളും നിയന്ത്രിച്ചാണ് ഈ തുക കൂടി സ്കൂളിലേക്ക് അടയ്ക്കുന്നത്. ലോകകപ്പ്, ഏഷ്യ കപ്പ് യോഗ്യതാ മത്സരത്തിൽ മലേഷ്യക്കെതിരെ തുടർച്ചയായ 2ാം വിജയം കുറിച്ച് ഒമാൻ. കോലാലംപൂർ ബുകിത് ജലീൽ സ്റ്റേഡിയത്തിൽ ആതിഥേയർക്കെതിരെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ചെമ്പട വിജയം സ്വന്തമാക്കിയത്. മുന്നേറ്റവും മധ്യനിരയും പ്രതിരോധവും ഒരുപോലെ മികവ് പുറത്തെടുത്തപ്പോൾ കളി വരുതിയിലാക്കാൻ ഒമാൻ ടീമിന് അനായാസം സാധിച്ചു. ടീമിന് ക്ലീൻ ഷീറ്റ് സമ്മാനിച്ച ഗോൾ കീപ്പർ ഇബ്രാഹിം അൽ മുഖൈനിയാണ് കളിയിലെ താരം. മസ്കത്തിൽ മലേഷ്യക്കെതിരെ സ്വന്തമാക്കിയ ആധികാരിക ജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ടീം കളത്തിലിറങ്ങിയത്. കളിയുടെ തുടക്കം മുതൽ മുന്നേറ്റങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഇന്നലെയും ഒമാൻ കളി മെനഞ്ഞത്. താരങ്ങൾ തമ്മിലുള്ള മികച്ച പാസിങ്ങുകൾ കൊണ്ട് ഒമാൻ ടീം കളി പിടിക്കുന്നതായിരുന്നു കാഴ്ച. കിട്ടിയ അവസരങ്ങളിലെല്ലാം മലേഷ്യൻ ഗോൾ മുഖത്തേക്ക് കുതിച്ച് ടീം ഇടയ്ക്കിടെ ഗോൾ മുഖം വിറപ്പിച്ചുകൊണ്ടിരുന്നു. ആദ്യ പകുതിയുടെ അധിക സമയത്താണ് ഒമാൻ ടീമിന്റെ ആദ്യ ഗോൾ പിറന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.